ഗൈസ്, ഗുഡ് മോർണിംഗ്. അതെ, ഓന്റെ ഭാഷയിൽ ഹലോ ഗൈസ് ആണ് തോന്നുന്നു, എന്തോ പറയണ്ട്. ഇന്നലെ രാത്രി പെങ്ങളും കുട്ടികളും വീട്ടിൽ നിൽക്കാൻ വന്നിട്ടോ. ഒരു ബാച്ചിലറായ മാമന്റെ അവസ്ഥ രാവിലെ പിന്നെ ഇതന്നെയാവല്ലോ, കുട്ടികളെ നോക്കണേ. ഇന്റെ ഹലോ ഗൈസ് കേട്ട് ഏതോ കിളി പാറിപ്പോയതാണ് തോന്നിട്ടോ. ഓന്റെ നൃത്തം നോക്കി അത് കേട്ടപ്പോ തൊട്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയാണ്. ഇതിലായിട്ട് അന്തം കിട്ടിയിട്ടില്ല തോന്നുന്നു, തൊള്ളി നിർത്തം ഇങ്ങനെ നിൽക്കണത്. എന്റെ മാമന് വയ്യാതായി എന്നുള്ള ഒരു അവസ്ഥ. ഈ ഡോറാമോനും അല്ലേ സ്പൈഡർമാനും പിന്നെ ഏതൊക്കെയാ മോനന്മാരും എടുത്ത് വന്നാണ് എന്റെ പെങ്ങളെ മൂത്ത തൻവി. ഓളെ ഏത് സ്കൂളിലാണ് പഠിക്കണമെന്ന് ഏത് നട്ടപ്പാരിക്ക് വെച്ചാൽ ഓള് പറയട്ടോ ജെംസ് പബ്ലിക് സ്കൂൾ ആസ് യൂഷ്വൽ. ഇത് പിന്നെ കിട്ടി ശീലായതാട്ടോ. ഈ അടിയായി 11 മക്കളില്ലേ, എല്ലായിടത്തും കിട്ടും. എല്ലാവർക്കും മാമനാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല തോന്നുന്നു ഞാൻ. അത് പിന്നെ അങ്ങനെ ആവണല്ലോ, രന്തല്ലാത്ത മാമനല്ലേ അവർക്ക് കിട്ടിയത്. ശിവനെ എന്റെ അമ്മയ്ക്ക് പോലെ സുഖമില്ലാത്തോണ്ട് അടുക്കള ഭരണം കംപ്ലീറ്റിന്റെ ചെറിയ ചേച്ചേട്ടോ. ഓളുണ്ടാക്കിയ മീൻകറിയാണ് കാണുന്നത്. വലിയ കുഴപ്പമില്ല, വിശന്നിട്ടാണോ അറിയില്ല, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സൂപ്പിടാ, അല്ലെങ്കിൽ ഓള് നാളെ കഞ്ഞിവെള്ളം പോലും തരില്ല കേട്ടോ. അങ്ങനെ ചായം കുടിച്ച് കടയ്ക്ക് വന്നപ്പോഴാണ് പെങ്ങളോട്ടേക്ക് സൈക്കിൾ ഓട്ടി കൊടുക്കില്ല, ഉന്തി കൊടുക്കണം. അങ്ങനെ സൈക്കിൾ ഉന്തി കൊടുത്ത് നൊസ്റ്റാൾജിയ കയറിയപ്പോ ഞാനൊന്ന് ചവിട്ടി കൊടുത്തു. എന്താ ചെയ്യാ, ഞാൻ നേരെ കടയ്ക്ക് ഇട്ടോ. ഇതാണ് ഷിബിനേച്ചി. ഷിബിനേച്ചി എന്നോട് എപ്പോഴും ചോദിക്കും ഇതെന്ന് തന്നെ വീഡിയോയിൽ പെടുത്താത്തതെന്ന്. അവ ആ പരാതിന് തീർത്തു. ആളൊരു വയനാട്ടുകാരി കേട്ടോ. ഡിസ്പ്ലേ ചെയ്ത ഐറ്റംസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യേണ്ടായിരുന്നു കേട്ടോ. ഞാനും ഷിബിനേച്ചി കൂടിയും അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതൊതുക്കി കഴിഞ്ഞപ്പോഴും കടയിൽ പുതിയ സ്റ്റീൽ സ്റ്റോക്ക് വന്നു. ഞാനും മസൂദാക്കിയും കൂടിയും അത് ചെക്കായിരുന്നു കേട്ടോ. കൂടെ നമ്മളെ ലത്തീഫാക്കി ഉണ്ട് കേട്ടോ. ലത്തീഫാക്ക് പിന്നെ കടയിലേക്ക് ഒരു അച്ഛനെ പോലെ കേട്ടോ. എന്താ ചെയ്യാ, ചെറിയ കണ്ടില്ലേ, നല്ലൊരു മനുഷ്യൻ. ഈ കിളി പോയിരിക്കണേ പിന്നെ നമ്മളെ മസൂദാക്ക സൂപ്പർവൈസറേ എന്താ ചെയ്യാ. ആള് പുതിയ S24 ഒക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിലും മര്യാദയ്ക്ക് യൂസ് ചെയ്യാറില്ല. ആ നിഷ്കളങ്കമായ ചെറിയ കണ്ട അറിയില്ലേ. നമ്മളെ ജോണിന്ന് ഫുള്ള് കലിപ്പ് മൂടാട്ടോ. എന്താ അറിയില്ല, ഓന്റെ പെമ്പർന്നോള് വിളിച്ച് എന്തോ ഫിറ്റ് ആക്കിണേ. അതിനുശേഷം ആള് ഫുള്ള് ടെററായിട്ടോ. അങ്ങനെ ജോണിന്ന് മോട്ടറാക്കി ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഇന്റെ രമണി, അതായത് കടയിൽ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന അജിതേച്ചി, ഞാൻ രമണി നാട്ടോ വിളിക്കല്. നല്ല സാമ്പാറും ചോറും മീൻ വറുത്തതും പപ്പടും അച്ചാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ. ഈ വെണ്ടയ്ക്ക കാണുമ്പോ പിന്നെ 10ാം ക്ലാസ് ഓർമ്മ വരിക. 10ാം ക്ലാസ്സിന്റെ ഇരട്ട പേര് വെണ്ടയ്ക്കാന്ന്. ഞങ്ങളെ പ്രിയച്ചി ഹാരിസാക്ക. ഇന്ന് ഞാൻ കടയിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിട്ടോ. ഒരു സിനിമയ്ക്ക് പോണ വകയിൽ ഒരു പുതിയ ചെരുപ്പ് എടുത്തു. എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ചെരുപ്പ് എടുക്കുമ്പോ ഇജാരി ചെരുപ്പ് എടുക്കണ് തന്തവീപായോന്നൊരു ഡൗട്ട് ചെറുതായിട്ട്. അങ്ങനെ ഫാസിലെ കൊണ്ട് ബില്ല് പിടിപ്പിച്ച് ഞാൻ വരെ കിട്ടും. വാഴ കണ്ട കറിയോ? ഉറപ്പാ കറിയൂല. അങ്ങനെ വാഴ കണ്ട കരയൂലാന്ന് സത്യം വെച്ചോണ്ട് ഞാനും എന്റെ ബ്രദറായ അക്കും കൂടി വാഴയ്ക്ക് പോയിട്ടോ. കരയിലാന്ന് സത്യം വെച്ചോണ്ടാണ് പോണത്. മൂവിന്റെ ടൈറ്റില് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് ഞങ്ങള് സിനിമ കാണാൻ തുടങ്ങിട്ടോ. ഫസ്റ്റ് ഹാഫ് മക്കളെ ചിരിച്ച് പണ്ടാറടങ്ങിട്ടോ. വയറൊക്കെ വേനിക്കിരുന്ന് ചിരിച്ചിട്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് എന്താ പറയാ, എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. കണ്ണെന്തൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടുകുടി വെച്ചിട്ട് വരിക. കരയൂലാന്ന് സത്യം വെച്ച് പോയത് ഫസ്റ്റ് അക്കുവാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് കരഞ്ഞത് ഞാനാട്ടോ. ഞാൻ കരയണത് അങ്ങനെ ഇപ്പൊ നിങ്ങൾ കാണണ്ട. ഞാൻ പോയത് പിന്നെ എന്റെ ബ്രദറിന്റെ ഒപ്പല്ലേ സിനിമയ്ക്ക്. അപ്പൊ പിന്നെ ഈ ഒരു സീന് വരുമ്പോ എന്തായാലും കരഞ്ഞു പോകും.